പരസ്യ പ്രചരണം ഇനി മണിക്കൂറുകൾ മാത്രം. അവസാനവട്ടം റോഡ് ഷോ നടത്തി പരമാവധി വോട്ടർമാരെ നേരിൽ കാണുകയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ. കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ അതോ ത്രികോണ മത്സരമാണോ? കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ എന്ന് പറയാൻ ഞാൻ ആളല്ല. കാരണം അംഗീകരിക്കപ്പെട്ട ഒരു കേരള കോൺഗ്രസേ ഉള്ളൂ. അത് കേരള കോൺഗ്രസ് എം ആണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകാരം ലഭിച്ചു. അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയും അതിന് ശരിവെച്ചു. ഇന്ന് ചിഹ്നമുള്ള അംഗീകാരമുള്ള കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കേരള കോൺഗ്രസ് എം മാത്രമാണ്. ഞങ്ങളുടെ ഘടകകക്ഷി, ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷി എന്ന നിലയിൽ നല്ല നിലയിൽ മുമ്പോട്ട് പോകുന്നു. ആ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് അനുകൂലമാകും എന്നതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ മത്സരം സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥികൾ UDF-ന്റെ ഉണ്ട്, NDA-യുടെ ഉണ്ട്. ആരൊക്കെ തമ്മിലാണ് മത്സരം? കുറച്ചൊന്ന് തിരിഞ്ഞു നിന്നാൽ ആരൊക്കെ തമ്മിലാണ് മത്സരം? UDF-ഉം LDF-ഉം തമ്മിൽ തന്നെയാണ്. അപ്പോ BJP NDA ഒരു ഭാഗമല്ല. NDA അത്രയും മുമ്പോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ BDJs, അതായത് SNDP വോട്ടുകൾ പരമ്പരാഗതമായി ഈഴവ വോട്ടുകൾ പരമ്പരാഗതമായി വീണിരുന്നു എന്ന് നമ്മൾ കണക്കുകൂട്ടിയിരുന്നതൊക്കെ CPM-നാണ്. ഇത്തവണ BDJ സ്ഥാനാർത്ഥി മാത്രമല്ല SNDP-യുടെ വൈസ് ചെയർമാൻ മത്സരിക്കുമ്പോൾ ആ വോട്ടുകളിൽ ഒരു ചോർച്ച പ്രതീക്ഷിക്കുന്നുണ്ട്. ഒട്ടും ചോർച്ച ഉണ്ടാവില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിച്ചിരിക്കുന്ന CPM-ന്റെ വോട്ടുകളുടെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള ചോർച്ച ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ട്. അവസാനവട്ടം ജനങ്ങളെ കൈവീശി കാണിച്ചു പോകുമ്പോൾ എന്താണ് ഒരു ഫീൽ? അവരിൽ നിന്ന് കിട്ടുന്ന ഫീൽ എന്താ? വളരെ വളരെ നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. ഇത് കണ്ടില്ലേ, ജനങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത്. ആ പ്രതികരണം നമുക്ക് അനുകൂലമാണ് എന്നുള്ളതിന്റെ തെളിവാണത്. അടിയൊഴുക്കുകളൊന്നും ഇവിടെ ഉണ്ടാകാൻ ഒരു അടിയൊഴുക്കും ഉണ്ടാവില്ല. ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു. ഭൂരിപക്ഷത്തെ ഞാൻ എണ്ണത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നല്ല ഭൂരിപക്ഷം കിട്ടും. വാഗ്ദാനം എന്തെങ്കിലും ഉണ്ടോ? അവർക്കൊപ്പം നിൽക്കാം എന്നുള്ളതല്ലാതെ മറ്റെന്തെങ്കിലും വാഗ്ദാനം ഉണ്ടോ? വാഗ്ദാനം സാധാരണഗതിയിൽ ഞാൻ പ്രവർത്തിച്ചപ്പോഴുള്ള ആ മുന്നേറ്റം തീർച്ചയായിട്ടും അടുത്ത 5 വർഷക്കാലവും ഉണ്ടാവും. അപ്പോ വോട്ട് ഏത് സ്ഥലത്തായിട്ടാണ്? കോട്ടയം മണ്ഡലത്തിൽ തന്നെയല്ലേ വോട്ട്? അതെ, കോട്ടയം മണ്ഡലത്തിൽ തന്നെയാണ്. എപ്പോഴത്തേക്ക് വോട്ടിടും? അത് രാവിലെ പോയി വോട്ടിടും. രാവിലെ പള്ളിയിൽ പോകും. പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നാൽ ഉടനെ ആ പള്ളിയോട് അടുത്തുള്ളൊരു സ്കൂളിലാണ് പോളിംഗ് ബൂത്ത്, എൻ്റെ പോളിംഗ് ബൂത്ത്. അവിടെ പോയി വോട്ട് ചെയ്യും. അപ്പോൾ എല്ലാ വിജയാശംസകളും. പൂർണ്ണ വിജയ പ്രതീക്ഷയിലാണ് LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ ഉള്ളത്. അടിയൊഴുക്കുകളൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.